റൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ ഒരു സിലബസ് ഇൻട്രൊഡക്ഷനും പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. എന്തിനാ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് ചോദിച്ചാൽ സിലബസും ക്വസ്റ്റ്യൻ പേപ്പറും എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓക്കെ, കുറച്ച് നാളായി പി എസ് സിക്ക് നോക്കാൻ തുടങ്ങിയിട്ട് അല്ലേ? ആയിട്ടുള്ളൂ. ഓക്കെ, റൈറ്റ്. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടില്ലേ? ആരെങ്കിലും ഒരാൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഞാൻ ഗ്രൂപ്പിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാണില്ല. ആരെങ്കിലും ഒരാൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും, മാത്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എനിക്ക് എൻ്റെ കയ്യിലില്ല. ഞാനതിന് ചോദിച്ചു മേടിച്ചൊക്കെ ജോയിൻ ചെയ്യണം. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ 10th ബേസ് ചെയ്തിട്ടുള്ള അല്ലേ ആ ഒരു ബാച്ചാണല്ലോ ഇപ്പോൾ നമ്മൾ ക്ലാസ്. ഈ ഒരു ബാച്ച് അതല്ലേ 10th ലെവൽ എക്സാമുകളുടെ ഒരു ജനറൽ പരീക്ഷ. അത് 10th ലെവൽ എന്ന് പറയുമ്പോൾ ഒരു പ്രിലിംസ് ടൈപ്പ് കാറ്റഗറിയിൽ വരുന്ന 10ാം ക്ലാസ് യോഗ്യത വരുന്ന പരീക്ഷകളുടെ എല്ലാം ഒരു കോമൺ സിലബസ് ആണ് ഇത്. ഇത് തന്നെയാണ് LGSന്റെ സിലബസും വരിക കേട്ടോ. വലിയ വ്യത്യാസമൊന്നുമില്ല. സിലബസ് രണ്ടും സെയിം ആണ്. 10th പ്രിലിംസിൻ്റെയും LGSൻ്റെയും സിലബസ് ഒക്കെ ഒരേപോലെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്കാണ് കുറച്ചും കൂടെ വലിയ സിലബസ് ആണ് LDയുടെ ഒക്കെ വരിക. LDയുടെ സിലബസ് വരിക. പിന്നെ ഡിഗ്രി +2 ലെവൽ പരീക്ഷകളുടെ സിലബസും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ സിലബസും കുറച്ചും കൂടെ കൂടുതൽ ടോപ്പിക്കുകൾ ഇതിലുണ്ടാവും. ഇത് സാധാരണ ഒരു ജനറൽ എക്സാമുകളിൽ ഒരു 10th അതിൻ്റെ താഴോട്ട് വരുന്ന ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന സിലബസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള സിലബസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാം 20 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ. സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്നാണ് പറയുക. ലഘുഗണിതവും മാനസിക ശേഷി പരിശോധനയും. അപ്പോൾ അതിൽ 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 8 16 ടോപ്പിക്കാണ് നമുക്ക് ആകെ ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ മാത്സിൻ്റെ ഭാഗത്ത് 10 മാർക്കിന് 8 ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞ ആദ്യത്തെ ടോപ്പിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിനകത്ത് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവും. കാരണം ഓരോ ടോപ്പിക്കിൽ നിന്നും ഓരോ ചോദ്യം, ഇപ്പോൾ സമയവും ദൂരവും ഒക്കെ, അതായത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നൊക്കെ ഒരു ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. ലാഭവും നഷ്ടവും ഒരു ചോദ്യമേ കാണാറുള്ളൂ. ഒന്നിൽ കൂടുതൽ ചോദ്യമൊന്നും വരാറില്ല. ശരാശരിയിൽ നിന്നും അങ്ങനെ തന്നെ. വർഗവും വർഗ്ഗമൂലവും ഒരു ചോദ്യം തന്നെ. ദശാംശ സംഖ്യകൾ ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല. ഭിന്നസംഖ്യകളിലും അതുപോലെ തന്നെ ഒരു ചോദ്യം. ലസാഗുസാഗ ഒരു ചോദ്യമൊക്കെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അത് കുറച്ചധികം ടോപ്പിക്കുകൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നേക്കാം കേട്ടോ. അപ്പം അങ്ങനെയാണ് 10 മാർക്ക് അവിടെ ഒരു ടാക്കിൾ ചെയ്യുക. ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്നല്ലാതെ ചോദ്യങ്ങൾ വരാറുണ്ട്. അത് നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകൾ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കണം എന്നുള്ളത് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിൽ. ഇതാണ് 10 മാർക്കിൻ്റെ ലഘുഗണിതം എന്ന് പറയുന്നത്, സിമ്പിൾ അരിത്തമെറ്റിക്. പിന്നെ മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് മാനസിക ശേഷി നിരീക്ഷണ പാഠവും അതിൻ്റെ പരിശോധനയും മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്തു നിന്നും 8 ടോപ്പിക്കുകളാണുള്ളത്. 10 മാർക്കിൻ്റെ ചോദ്യമാണ് ഇവിടെയും ഉണ്ടാവുക. ഇതിൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ക്രിയകൾ ഉണ്ടാവും. അതായത് പ്ലസും മൈനസും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ഉണ്ടല്ലോ. ആ ചിഹ്നങ്ങളൊക്കെ അങ്ങോട്ടും മാറ്റി മറിച്ചൊക്കെ പ്ലസിന് പകരം മൈനസിന് പകരം പ്ലസ്, അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ടൈപ്പ് ചോദ്യങ്ങളാണ് അതിനകത്ത് വരിക. പിന്നെ ശ്രേണികൾ ഒരുപാട് ടൈപ്പ് ചോദ്യങ്ങൾ വരാം. ചിലപ്പോൾ 1-2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ കാണാം. ശ്രേണികളിൽ അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള നമ്പർ ഏതാണ് എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കാം. ചിലപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ള ശ്രേണി ഏതാണെന്ന് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ഈ ശ്രേണി കണക്ട് ചെയ്യുന്ന ഇപ്പോൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഒക്കെ ഉണ്ടല്ലോ, സമാന്തര ശ്രേണിയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തുള്ള ചോദ്യങ്ങളും ചിലപ്പോൾ ചോദിച്ചേക്കാം. ശ്രേണികളിൽ നിന്നും കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് നമ്പർ സീരീസ് ഉണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ ആൽഫബറ്റിൻ്റെ സീരീസ് ഉണ്ടാവും, അക്ഷരങ്ങളുടെ സീരീസുകളും ഉണ്ടാവാം. പിന്നെ സമാന ബന്ധം എന്ന് പറഞ്ഞാൽ അനലോഗി, ഒരു കണക്ട് ചെയ്യുന്ന ഫാക്ട് വെച്ച് അടുത്ത ഒരു സാധനം നോക്കുക. ഇപ്പോൾ നമ്പർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അതിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാക്ട് വെച്ച് കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പം നമ്പർ വെച്ച് കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ 4 ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാൻ, 4 16 അങ്ങനെയാണെങ്കിൽ 8 കണക്ട് ചെയ്യുന്ന ആൾ ആരാന്ന് ചോദിക്കും. 4 16 തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് നിങ്ങൾ
കണ്ടുപിടിക്കണം. അത് നമ്പർ മാത്രമായിരിക്കില്ല അതിനകത്ത് തരിക, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ റിലേഷൻ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. 4ന്റെ സ്ക്വയർ ആണ് 16 അല്ലേ? അങ്ങനെയാണെങ്കിൽ 8ന്റെ സ്ക്വയർ 64 ആയിരിക്കും അതിൻ്റെ ഉത്തരം വരിക, ശരിയല്ലേ? അല്ലെങ്കിൽ 4 × 4 ആണ് 16, 8 × 4 അങ്ങനെയും ചോദ്യം ഓപ്ഷൻസിൽ ഉണ്ടാവും. അപ്പോൾ 64 ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയായിരിക്കും ചിലപ്പോൾ അതിൽ ആൻസർ വരിക. ഇങ്ങനത്തെ സമാന ബന്ധങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇത് നമ്പർ മാത്രമല്ല, നമ്പർ അല്ലാണ്ടെയും വേറെ ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മൾ തലസ്ഥാനങ്ങളും സ്ഥലങ്ങളും ഓരോ എന്താണ് സ്റ്റേറ്റുകളും അതിൻ്റെ തലസ്ഥാനങ്ങളും ചോദിക്കാം, അല്ലെങ്കിൽ ജില്ലകളും ജില്ലയുടെ ആസ്ഥാനങ്ങളും ചോദിക്കാം, അല്ലെങ്കിൽ രാജ്യങ്ങളുടെ തലസ്ഥാനവും ചോദിക്കാം, അല്ലേ? അങ്ങനെയുള്ള ചില ടൈപ്പ് ബന്ധങ്ങൾ, ഒരു ബന്ധം നോക്കിയിട്ട് അടുത്ത ബന്ധത്തിലെ മിസ്സിംഗ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എഴുതണം. അങ്ങനത്തെ സാധനമാണ് സമാന ബന്ധം, അനലോഗി എന്ന് ഇംഗ്ലീഷിൽ പറയും. ആ ടൈപ്പ് ചോദ്യം അതൊരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാം. പിന്നെ തരം തിരിക്കുക എന്ന് വെച്ചാൽ ക്ലാസിഫൈ ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് പല രീതിയിൽ. ഇപ്പം ഇതേപോലെ തന്നെ ഗ്രൂപ്പായിട്ട് വരുന്ന, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒറ്റയായിട്ടിരിക്കുന്ന ആരാണ്, ഒറ്റേനെ കണ്ടെത്തുക എന്നുള്ളതിനല്ലാണ്ട് തന്നെ ചില തരം തിരിക്കൽ ഗ്രൂപ്പാക്കി മാറ്റുന്നതുണ്ടാവും. രണ്ടും ഏകദേശം ഒരേപോലെ വായിക്കാവുന്ന സാധനമാണ് ഈ തരംതിരിക്കലും അതുപോലെ തന്നെ ഒറ്റേനെ കണ്ടെത്തുക എന്നുള്ളത്. എല്ലാ ടോപ്പിക്കിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ചോദ്യം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ അർത്ഥവത്തായ പദങ്ങളുടെ ക്രമീകരണം, അതായത് നമ്മുടെ എന്താ പറയുക, ഒരു ആൽഫബറ്റ് അറേഞ്ച് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആൽഫബറ്റ്സ് നമ്പേഴ്സ് യൂസ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതല്ലെങ്കിൽ അതിൻ്റെ എന്താണ് വേർഡ്സ് നോക്കിയിട്ട് അറേഞ്ച് ചെയ്യുന്ന ടൈപ്പ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് വഴിയെ ചെയ്ത് പഠിക്കാവുന്നതാണ്. പിന്നെ ഒറ്റേനെ കണ്ടെത്തുക, ഈ കാണുന്ന സീരീസിൽ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ടേമുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളാരാണ് എന്നുള്ള ചോദ്യങ്ങൾ. പ്രൈം നമ്പറിലാണ് കൂടുതലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുള്ളത്, ആൻസറുകൾ വരാറുള്ളത്. പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഈ ജോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ അതിനകത്ത് വരും. ഇപ്പോൾ വൃത്തം, ത്രികോണം, ചതുരം, പിന്നെ ക്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികൾ വന്നൊക്കെ 3 ഡയമെൻഷണൽ 2 ഡയമെൻഷണൽ ആ ഡിഫറൻസ് ഒക്കെ വരുന്ന ടൈപ്പ് ഒറ്റയാനെ കണ്ടെത്താനുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ഏജ് പ്രോബ്ലംസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള, വയസ്സുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്. അത് അത്യാവശ്യം പഠിക്കാനുണ്ട് നമുക്ക്. റാങ്കിങ് ആണ് സ്ഥാനനിർണ്ണയം എന്ന് പറയുന്നത്. റാങ്കിങ്, ഫ്രണ്ടിൽ നിന്ന് ഇത്ര റാങ്ക് ആണെങ്കിൽ ബാക്കിൽ നിന്ന് എത്രയാണ് റാങ്ക്, അല്ലെ? ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ഇത്ര റാങ്കിൽ നിൽക്കുന്നു, ബാക്കിൽ നിന്ന് ഒരാൾ ഇത്ര റാങ്കിൽ നിൽക്കുന്നു, അവർക്കിടയിൽ ഇത്ര ആൾക്കാരുണ്ട്, അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ സ്വാഭാവികമായിട്ട് വരാറുണ്ട്. അതാണ് സ്ഥാനനിർണ്ണയത്തിന്റെ ചോദ്യങ്ങൾ. ഇതാണ് ശരിക്കും നമ്മുടെ 10th പ്രിലിംസിന് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത്. ഇതേ സിലബസ് തന്നെയാണ് LGS നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഇതിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് നടന്ന ഒരു LGS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കൂ. ഇപ്പോൾ ഈ കാണുന്നത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ 2/3 ഭാഗം, 2/5 ഭാഗം, ഇത് ശരിക്കും പറഞ്ഞാൽ എവിടുത്തെ ചോദ്യമാണ്? റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ നിന്നും ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ എവിടെയെങ്കിലും റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അംശബന്ധവും അനുപാതവും എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ കണ്ടു? ഇല്ല. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നവും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യവും. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ടു ദിസ് 8 ടോപ്പിക്സ് മാത്രം പഠിച്ചു പോയാൽ നമുക്ക് പരീക്ഷ നന്നായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കണം. അത് ഏതൊക്കെയാണ് പഠിക്കേണ്ടത്? നമ്മൾ കുറച്ച് ടോപ്പിക്കുകൾ അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടത്, ഒന്ന് പേഴ്സൻറ്റേജ് പഠിക്കണം. പേഴ്സൻറ്റേജ് അതായത് ശതമാനം, പെർസെൻറ്റേജ് ശതമാനം, അത് പഠിക്കണം നമ്മൾ. പിന്നെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ പഠിക്കണം, അംശബന്ധവും അനുപാതവും. റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ പഠിക്കണം. പിന്നെ ലാഭവും നഷ്ടവും ഒക്കെയാണ് ഇതിനകത്ത് വരാറുള്ളൂ. പക്ഷെ വളരെ റയറായിട്ട് മാത്രം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ 10th പ്രിലിംസിനൊന്നും അങ്ങനെ അത്രയും ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. ചോദിക്കാം, പക്ഷെ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ LGS റേഞ്ചിലുള്ള ഒരു പരീക്ഷയ്ക്കൊന്നും സമയവും ദൂരവും എന്ന് പറഞ്ഞാൽ, അതായത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ നിന്നും ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും വന്നിരുന്നില്ല. ബോട്ടും അതിൻ്റെ വെള്ളവും ഒഴുക്കും അതിൻ്റെ ചോദ്യങ്ങളൊന്നും വന്നിരുന്നില്ല. പക്ഷെ കഴിഞ്ഞ
LGS പരീക്ഷയ്ക്കൊക്കെ അതുപോലത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച് തുടങ്ങണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് നിങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ എക്സാമിന് വേണ്ടി മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഒരുവിധപ്പെട്ട എല്ലാ PSC പരീക്ഷകൾക്കും നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ ഇതിനകത്ത് പഠിച്ചു പോകണം. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, വേറെയും കുറേ ടോപ്പിക്കുകളുണ്ട്. ഇതല്ലാണ്ട് നമ്മുടെ എപ്പോഴും സിലബസിൻ്റെ താഴെ ഒരു ചുവന്ന അക്ഷരത്തിൽ എഴുതി കാണാലോ, ഇതല്ലാണ്ട് പലതും ചോദിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ആ ഒരു കാറ്റഗറി വരുമ്പോൾ കഴിഞ്ഞ LGSനെ നമ്മളിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു, +1 സെറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. +1 ചാപ്റ്ററിലെ ചോദ്യമൊന്നും എവിടെ ചോദിക്കില്ല. LGSന് പോയിട്ട് ഡിഗ്രി അല്ലെങ്കിൽ ഒരു 10th ലെവൽ പരീക്ഷയ്ക്ക് പോലും ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ കണ്ടാൽ +1 ചോദ്യമാണെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ വേഗം കിട്ടുന്ന ചോദ്യങ്ങളായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ലെവൽ വരെ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പിന്നെ ഇതിലിപ്പോൾ ഈ ഡയറക്ഷൻസുമായിട്ട് മെൻ്റൽ എബിലിറ്റിയിലെ ഡയറക്ഷൻസിൻ്റെ ചോദ്യങ്ങളൊന്നും അല്ലെങ്കിൽ സിലബസിൽ ഡയറക്ഷൻസിനെ പറ്റിയൊന്നും പറയുന്നില്ല. പക്ഷേ ഡയറക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇതിനകത്ത് ചോദിക്കും. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോയി, പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞ്, പിന്നെ ലെഫ്റ്റിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന സാധനമില്ലേ, ആ സംഗതി, അതിലെ ഡയറക്ഷൻസിൻ്റെ ക്വസ്റ്റ്യനൊക്കെ സ്ഥിരമായിട്ടും ഇതിനകത്ത് വരാറുള്ളതാണ്. അപ്പം അതും നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം അത്യാവശ്യം എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ സിലബസിൽ ഇത്രയേ വരുന്നുള്ളൂ എങ്കിലും അത്യാവശ്യം എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ ഈ ഒരു ബാച്ചിൽ ഉണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, മാത്സിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് ഗ്രൂപ്പിൽ ലിങ്ക് വന്നിട്ടുണ്ടാവും, നിങ്ങൾ ജോയിൻ ചെയ്യുക. ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അയക്കുകയും ചെയ്യാം കേട്ടോ ഗ്രൂപ്പിൽ. ഞാൻ ആദ്യം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസിൻ്റെ ഒരു അനാലിസിസ് ഏകദേശം. പിന്നെ ആകെ നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. കുറേ കണ്ടന്റ് പഠിച്ചു പോയിട്ട്, തിയറി കുറേ പഠിച്ചു പോയി, ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നു എന്ന് പഠിച്ചു പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസാണ് വേണ്ടത്. നമുക്കറിയാലോ, നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മുടെ വെബ്സൈറ്റിൽ അതിന് ഫ്രീ ആയിട്ട് കോഴ്സുകൾ, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അതിൻ്റെ ആൻസർ കീസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അതൊക്കെ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് വെറുതെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഒരു ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലാസ്സും ഈ ഒരു ബാച്ചിൽ എടുത്തിട്ടില്ല. ഇതുവരെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് ആൻസറുകൾ കമൻറ്റ് ചെയ്യാം, ഡൗട്ടുകൾ ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോവും. നോക്കൂ, ആദ്യത്തെ ചോദ്യം നോക്കൂ. ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 2/7 ഭാഗം ഒന്നാമത്തെ മകനും 2/5 ഭാഗം രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി എങ്കിൽ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിൻ്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? ഇതാണ് ഒരു ചോദ്യം. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്? ഒരാൾ അയാളുടെ സമ്പാദ്യത്തിൻ്റെ 2/7 ഭാഗം, സമ്പാദ്യം എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ആ സമ്പാദ്യത്തിൻ്റെ 2/7 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 7ൽ 2 ഭാഗം മൂത്ത മകന് കൊടുത്തു അല്ലേ? പിന്നെ ആകെ സമ്പാദ്യത്തിൻ്റെ 5ൽ 2 ഭാഗം രണ്ടാമത്തെ മകനും കൊടുത്തു, ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ സമ്പാദ്യത്തിൻ്റെ എത്ര ഭാഗമാണ് മൂന്നാമത്തെ മകന് ലഭിച്ചത് എന്നാണ് ചോദ്യം. അപ്പം ഇത് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്ത് ആണ് ഭാഗിക്കുന്നത് എങ്കിൽ ആ ഭാഗിക്കുന്ന സാധനം ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ത് സാധനം നമ്മൾ ഭാഗിക്കുകയാണെങ്കിലും, ഇപ്പോൾ അയാളുടെ വരുമാനമാണ് അല്ലെ, സമ്പാദ്യമാണ് ഭാഗിക്കുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ആ ഡിവൈഡ് ചെയ്യുന്ന സംഗതി കംപ്ലീറ്റ് ആയിട്ടുള്ളതും എത്രയാണ്? 1 ആണ്. ഓക്കെ, ആ 1ന്റെ 2/7 ഭാഗം 2/5 ഭാഗം 2 പേർക്കായിട്ട് കൊടുത്തു. ബാക്കിയുള്ളൊരു ഭാഗമുണ്ട്, ആ ഭാഗമാണ് മൂന്നാമത്തെ മകന് കൊടുക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്തിനെ ഡിവൈഡ് ചെയ്യുമ്പോഴും അത് 1 ആണ് എന്ന് മനസ്സിലാക്കുക. ആ 1നെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്.
അപ്പൊ ഭാഗങ്ങളാക്കി 3 ഭാഗങ്ങളാക്കി നമ്മൾ മാറ്റിയാൽ ആദ്യത്തെ ഭാഗം പ്ലസ് രണ്ടാമത്തെ ഭാഗം പ്ലസ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ഭാഗങ്ങളൊക്കെ കൂട്ടിയാൽ എത്ര കിട്ടണം? നമുക്ക് 1 എന്ന് കിട്ടണം. ഈ ഭാഗങ്ങളൊക്കെ കൂട്ടിയാൽ 1 എന്ന് നമുക്ക് കിട്ടണം. ഇനി ആദ്യത്തെ ആൾക്ക് കൊടുത്ത ഭാഗം എത്രയാണെന്ന് നോക്കൂ. 2/7 ഭാഗമാണ് അല്ലെ. രണ്ടാമത്തെ ആൾക്ക് എത്രയാണ് കൊടുത്തേ? 2/5 ഭാഗമാണ്. രണ്ടാമത്തെ ആൾക്ക് കൊടുത്തത് 2/5 ഭാഗം, ശരിയല്ലേ? മൂന്നാമത്തെ ആൾക്ക് കൊടുത്തത് എത്രയാന്ന് നമുക്ക് അറിയില്ല. അത് 3 തന്നെ കിടന്നോട്ടെ, 3 എന്ന് തന്നെ കിടന്നോട്ടെ. ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 1 കിട്ടി. അപ്പൊ ഈ മൂന്നാമത്തെ ഭാഗം എത്രയാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇത് രണ്ടും കൂട്ടിയിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇത് കൂട്ടുന്നത് എങ്ങനെയാ? ഛേദം വ്യത്യസ്തമായതുകൊണ്ട് LCM എടുത്താണ് നമ്മൾ കൂട്ടേണ്ടത്. ഈ സംഖ്യകൾ കോമൺ ഫാക്ടർ ഇല്ലാത്ത, പൊതുഘടകം ഇല്ലാത്ത സംഖ്യകളായതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? LCM കിട്ടും. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ LCM കിട്ടും അല്ലെ. ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവരാം, ഇതിനെ ഇങ്ങോട്ടും കൊണ്ടുവരാം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 2 2 × 5 പ്ലസ് 7 × 2 7 × 2 ഡിവൈഡഡ് ബൈ 7 × 5 പ്ലസ് മൂന്നാമത്തെ ഭാഗം സമം 1. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ 10 14 അല്ലെ 24 എന്ന് കിട്ടും. 24/35 പ്ലസ് മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് 1. അപ്പൊ ആ മൂന്നാമത്തെ ഭാഗം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനത്തിനെ പുറത്തേക്ക് കൊണ്ടുവരും. 1 മൈനസ് 24/35 1 മൈനസ് 24/35 ഇത്ര കിട്ടും നോക്കിയേ. 1 മൈനസ് 24/35 35 ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം അല്ലെ. 35 ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ 35 മൈനസ് 24/35 എന്ന് കിട്ടും അല്ലെ. 35 മൈനസ് 24 എന്ന് പറയുമ്പോൾ 11. ഓക്കെ, 11 അപ്പൊ മൂന്നാമത്തെ ആൾക്ക് കിട്ടുന്നത് എത്രയാണ്? 11/35 35ൽ 11 ഭാഗമാണ് ആർക്ക് കിട്ടുക? മൂന്നാമത്തെ ആൾക്ക് കിട്ടുക. 35ൽ 11 ഭാഗം. ഓക്കെ, സമപിടിയോ? ഇത് റേഷ്യോ ആയിട്ടും ഈ ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ റേഷ്യോ ആകുമ്പോൾ ഒരേ ഡിവിഷൻ ആയിരിക്കും വരിക കേട്ടോ. റേഷ്യോയിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഒരേ ഡിവിഷൻ ആയിരിക്കും വരിക. ഇവിടെ ഡിവിഷൻ വ്യത്യാസമല്ലേ. ആദ്യത്തെ ആൾക്ക് കിട്ടിയത് 7 ഭാഗമാക്കിയതിൽ 2 ഭാഗമാണ്. രണ്ടാമത്തെ ആൾക്ക് കിട്ടിയത് 5 ഭാഗമാക്കിയതിൽ 2 ഭാഗമാണ്. ചിലക്ക് ഡയറക്റ്റ് റേഷ്യോ തരുന്ന സമയത്ത് ഇങ്ങനെ ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ആദ്യത്തെ മകന് കൊടുത്തത് 3 ഭാഗവും രണ്ടാമത്തെ മകന് കൊടുത്തത് 2 ഭാഗവും മൂന്നാമത്തെ മകന് കൊടുത്തത് ഇത്രയും നമുക്കറിയില്ല അല്ലെ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ 3:2 x എന്ന് വിചാരിക്കാം. ഇപ്പൊ ടോട്ടൽ എടുക്കുമ്പോൾ 10 ഭാഗങ്ങളിൽ എന്നൊക്കെ പറഞ്ഞാൽ 10 ഭാഗിച്ചാൽ അല്ലെങ്കിൽ 3 ഭാഗിച്ചാൽ എന്നൊക്കെ പറഞ്ഞാൽ ഇത് നമുക്ക് ഒരേ ഡിവിഷൻ ആയിരിക്കും. ഈ 3:2 ഇത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. 3:2 എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കൂ. 3:2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഇത് രണ്ടുകൂടെ കൂട്ടുക 5 ഭാഗം. 5 ഭാഗത്തിൽ 3 ഭാഗം ആദ്യത്തെ ആൾക്കും 2 ഭാഗം അടുത്ത ആൾക്കും. അപ്പൊ 5നെ ആദ്യം 3 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. 5 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചതിൽ 3 ഭാഗം ആദ്യത്തെ ആൾക്ക് കൊടുത്തു, 2 ഭാഗം രണ്ടാമത്തെ ആൾക്കും കൊടുത്തു. ഇതാണ് റേഷ്യോയിൽ വരിക. റേഷ്യോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. പക്ഷേ ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് എവിടെ പ്രതീക്ഷിക്കാം? നമ്മുടെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനെ പറ്റിയിട്ട് 10th പ്രിലിംസിന്റെ സിലബസിലോ അല്ലെങ്കിൽ LGSന്റെ സിലബസിലോ ഒന്നും റേഷ്യോ പ്രൊപ്പോർഷനെ പറ്റിയിട്ട് യാതൊരു കാര്യവും പറയുന്നില്ല. പക്ഷെ നമ്മളിത് പഠിക്കേണ്ടതായിട്ട് വരും. ചില ടോപ്പിക്കുകളൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് നോക്കേണ്ടി വരും. അതുപോലെ പെർസെൻറ്റേജ് പറയുന്നില്ല, ആവറേജ് പറയുന്നുണ്ട്, ശതമാനം പറയുന്നുണ്ട്. പക്ഷെ ശരാശരി പറയുന്നുണ്ട്, ശതമാനം പറയുന്നില്ല. ശതമാനത്തിന്റെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ഇത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാട്ടോ. അടുത്തൊരു ചോദ്യം നോക്കൂ. രണ്ടാമത്തെ ചോദ്യം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് നടന്ന LGS പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ് കേട്ടോ. നോക്കൂ, എന്താണ് ഇത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അല്ലെ. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ
ഓടി പൂർത്തിയാക്കിയ ഒരാൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത്? 100 മീറ്റർ ഓടാൻ 10 സെക്കൻഡ് എടുത്തുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വേഗത കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ചോദ്യമാണിത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. എന്താണ് വേഗത കണ്ടുപിടിക്കാനുള്ള? വേഗത എന്ന് വെച്ചാൽ സ്പീഡ് അല്ലേ? വേഗത എന്ന് പറഞ്ഞാൽ എന്താ? ദൂരം ബൈ സമയം, ശരിയല്ലേ? ദൂരം ഇവിടെ 100 മീറ്റർ ബൈ സമയം 10 സെക്കൻഡ്. അപ്പോൾ സ്പീഡ് 100/10 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഇതാണ് നമ്മുടെ ഉത്തരം, ശരിയല്ലേ? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. കിട്ടിയോ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മീറ്റർ പെർ സെക്കൻഡിൽ നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചാലും ആൻസർ ഒക്കെ കിലോമീറ്റർ പെർ അവറിലായിരിക്കും തന്നിട്ടുണ്ടാവും. മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് ഉത്തരം കിട്ടിയാലും പക്ഷെ അങ്ങനത്തെ ഒരു ഉത്തരം ഓപ്ഷനിൽ ഉണ്ടാവില്ല. ഓപ്ഷനിൽ ആ ഉത്തരം എങ്ങനെയായിട്ട് തന്നിട്ടുണ്ടാവുക? കിലോമീറ്റർ പെർ അവറിലാണ് തന്നിട്ടുണ്ടാവുക. അപ്പൊ എങ്ങനെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റും എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. അതൊക്കെ നമ്മൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. എന്നാലും ഇപ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ 10 മീറ്റർ പെർ സെക്കൻഡിന്റെ കൂടെ 18/5 ഗുണിക്കുക. 18/5 ഗുണിക്കുക. അപ്പൊ എന്തായിട്ട് മാറും? അത് കിലോമീറ്റർ പെർ അവർ ആയിട്ട് മാറും. ഓക്കെ, 18/5 ഗുണിച്ചാൽ എന്ത് കിട്ടും നോക്കിയേ? ഈ 5ഉം 10ഉം കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെ? ഇവിടെ 2 എന്ന് കിട്ടും. 18 × 2 എത്ര വരിക? 20 36 36 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ആ സ്പീഡ്. ഇവിടെ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിൽ 10 തന്നിട്ടുള്ളത് കൊണ്ട് ഓപ്ഷൻ എ നമ്മൾ എഴുതി. ഇനി അങ്ങനെയല്ല, കിലോമീറ്റർ പെർ അവറിലാണ് തന്നിട്ടുള്ളത് ഉത്തരം എങ്കിൽ അവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് 36 കിലോമീറ്റർ പെർ അവർ ആയിട്ട് മാറ്റണം. ഓക്കെ, എങ്ങനെ ഈ 18/5 കിട്ടിയിട്ടുണ്ടാവും? എങ്ങനെ കിട്ടിയിട്ടുണ്ടാവും 18/5? എങ്ങനെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ? അറിയാമോ? എത്ര പേർക്ക് അറിയാം? പണ്ട് മുതലേ നമ്മൾ PSCക്ക് പഠിക്കുമ്പോൾ നമ്മൾ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ 18/5 മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 ആണ് ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് അല്ലേ? കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ അങ്ങനെയാണ് ഉപയോഗിക്കുക. അതല്ല അതിൻ്റെ എക്സ്പ്ലനേഷൻ. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നു എന്നുള്ളത്. കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എന്താ? കിലോമീറ്റർ പെർ അവർ, ഒരു കിലോമീറ്റർ ഒരു മണിക്കൂറിൽ, അല്ലെങ്കിൽ യൂണിറ്റ് കിലോമീറ്റർ യൂണിറ്റ് മണിക്കൂറിൽ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അല്ലേ? ഇതിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റണം. കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്ററാ? 1000 മീറ്റർ ആണ് ഒരു കിലോമീറ്റർ, ശരിയല്ലേ? ഇനി അവറിനെ നമ്മൾ സെക്കൻഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവറിനെ എന്താക്കി മാറ്റുക ചെയ്യുന്നത്? സെക്കൻഡ് ആക്കി മാറ്റുക ചെയ്യുന്നത്. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ് അല്ലേ? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. പക്ഷെ 60 മിനിറ്റ് പോരാ, നമുക്ക് സെക്കൻഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് ആയതുകൊണ്ട് 60 × 60 360 സെക്കൻഡ് ആണ് ഒരു മണിക്കൂർ എന്ന് പറയാം നമുക്ക്. ഓക്കെ, ഇത് രണ്ടും നമുക്ക് കൂടെ കട്ട് ചെയ്ത് കളയാം. ഓരോ 0 പോയി, പിന്നെ 10 കട്ട് ചെയ്തപ്പോൾ ഇവിടെ 5 കിട്ടി, ഇതും കട്ട് ചെയ്ത് ഇവിടെ 3 എന്ന് വന്നു. 3 × 6 18, മുകളിൽ 5. അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റാൻ നിങ്ങൾ എന്തുകൊണ്ട് ഗുണിക്കണം? 5/18 കൊണ്ട് ഗുണിക്കണം. 5/18 കൊണ്ട് ഗുണിച്ചാൽ അത് എന്തായിട്ട് മാറും? മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറും. തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റാൻ നിങ്ങൾ 18/5 കൊണ്ട് ഗുണിക്കണം. 18/5 കൊണ്ട് ഗുണിച്ചാൽ അത് എന്തായിട്ട് മാറും? കിലോമീറ്റർ പെർ അവർ ആയിട്ട് മാറും. ഈ 5/18ഉം 18/5 ഒക്കെ വന്നതിന്റെ വഴി ഇവിടെയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് വെറുതെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്കൊരു ഇങ്ങനെയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം. എക്സാം ഹോളിൽ നിങ്ങളോട് 18/5 എങ്ങനെ കിട്ടി എന്നൊന്നും ചോദിക്കില്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലകളും ഷോർട്ട് കട്ടുകളും ഇതെങ്ങനെ വന്നു എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടെ ഈസിയാണ് നമ്മുടെ പഠനം. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ടെസ്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം? നമുക്കൊന്ന് നോക്കി വെക്കാം അത് എങ്ങനെ കിട്ടും
അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് സ്വന്തമായിട്ടൊന്ന് നോക്കാനായിട്ട് പറ്റും. ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതല്ലാതെ അറിയില്ല, ഞാൻ ഈ ഫോർമുല മാത്രമേ പഠിച്ചിട്ടുള്ളൂ, എനിക്കിത് പറഞ്ഞു തന്നതാണ്, ഞാൻ അതുപോലെ പഠിച്ചിരിക്കുകയാണ് എങ്കിൽ വേറൊരു ചെറിയൊരു മാറ്റം വന്ന ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ഓക്കെ, യെസ്. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. മൂന്നാമത്തെ ചോദ്യം, ഇതൊക്കെ വളരെ ചെറിയ ചോദ്യങ്ങളാണ്. LGSന്റെ ചോദ്യമാണ്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ആ ഒരു ടോപ്പിക്കിൽ ദശാംശ സംഖ്യകളിൽ വരുന്ന ചോദ്യമാണ്. നമ്മുടെ സിലബസിലുണ്ട്. ചോദിക്കാം, ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും എന്നാണ് ചോദ്യം. ആ കിട്ടുന്ന അതുപോലെ തന്നെ നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ സംഖ്യ എന്ന് വിചാരിക്കും. എക്സ് ഒക്കെ കണ്ടാൽ പേടിക്കുന്ന ആൾക്കാർ പേടിക്കുന്നു വേണ്ട, എക്സ് പാവമാണ്, നിങ്ങളൊന്നും ചെയ്യില്ല. എക്സ് എന്ന് പറയുന്ന സംഖ്യ, അത് നമുക്ക് അറിയാത്ത സംഖ്യനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ എക്സ് എന്ന് കൊടുക്കും. ഇനി എക്സ് കണ്ട് പേടിക്കുന്ന ആളുകൾ വേണമെങ്കിൽ എന്നോ ബിന്നോ എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ കേട്ടോ. ചില ആളുകൾക്ക് എക്സ് കണ്ടാൽ പേടിയാണ്. ഓക്കെ, അപ്പോൾ എ കൊടുത്തോളൂ, എയോ ബിയോ കൊടുത്തോളൂ, നിങ്ങളുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ സംഖ്യയുടെ കൂടെ 0.111 കൂട്ടിയാൽ നമുക്ക് 1.011 കിട്ടും. എങ്കിൽ എക്സ് എന്താന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതിയോ, ഇതിനങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. ഇത് പ്ലസ് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും. 1.011 മൈനസ് 0.111 അല്ലെ, മൈനസ് ചെയ്താൽ മതി. സിമ്പിളായിട്ട് മൈനസ് ചെയ്താൽ മതി. ഇനി ഇത് മൈനസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് മൈനസ് ചെയ്യാനൊക്കെ അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നോക്കുക, 1.011 എഴുതുക, മൈനസ് 0.111 എഴുതുക. ഇനി നേരിട്ട് മൈനസ് ചെയ്തോളൂ. 1 മൈനസ് 1 0, 1 മൈനസ് 1 0. 0-ൽ നിന്ന് 1 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 1 ഇവിടുന്ന് കടമെടുത്തു. നമ്മൾ 1 ഇവിടെ കടമെടുത്ത് അവിടെ 10 ആയി. 10-ൽ നിന്ന് 1 കുറച്ചാൽ 9. ഇനി ഇവിടെ 1 പോയിട്ടുണ്ടായിരുന്നു, ഇവിടെ 0 ആയിട്ട് മാറിയിട്ടുണ്ടാവും. 0 മൈനസ് 0 0 തന്നെ വരിക, 0.9 അല്ലെ. ഇപ്പൊ എന്ത് ഉത്തരം കിട്ടും നോക്കിയേ, 0.9 ആയിരിക്കും ഇതിന്റെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. എളുപ്പമല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ, ഈസിയാണ് അല്ലേ? ഓക്കെ, റൈറ്റ്. ശരി, നാലാമത്തെ ചോദ്യം നോക്കൂ. ഇത് ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ. 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? ഇപ്പൊ നമ്മൾ ലാഭം നഷ്ട കണക്കുകളൊക്കെ പഠിക്കണം. അതിന്റെ പല കാറ്റഗറി ഉണ്ട്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ പെർസെൻറ്റേജ് ആയതുകൊണ്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവും. നമ്പർ അത്ര എളുപ്പമുള്ള നമ്പറുകൾ അല്ലാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നവും ഉണ്ടാവും. അപ്പൊ എന്താണ് ലാഭം നഷ്ടം എന്ന് പറഞ്ഞാൽ, നമ്മൾ 580 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു. 580 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി. 609 രൂപയ്ക്കാണ് നമ്മളത് വിറ്റത്. കൂടുതൽ വിലയ്ക്കാണ് വിറ്റത് അല്ലെ. 609 രൂപയ്ക്ക് അത് വിറ്റു. ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്ന തുകയാണ് നമ്മുടെ ലാഭം. ശരിയല്ലേ? ഇത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ലാഭം. എത്രയായിരിക്കും നമ്മുടെ ലാഭം? 29 രൂപയാണ് നമ്മുടെ ലാഭം. 29 രൂപയാണ് നമ്മുടെ ലാഭം. ശരിയല്ലേ? ഓക്കെ, യെസ്. 29 രൂപ. ഇത്രയാണ് നമ്മുടെ ലാഭം. ഇനി നമുക്ക് ലാഭശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത്. ലാഭശതമാനം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് ഇക്വേഷൻ ഒക്കെ ഉണ്ട്. ലാഭശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ബൈ വാങ്ങിയ വില. വാങ്ങിയ വിലയാണ് എപ്പോഴും നമ്മൾ ലാഭം നഷ്ടം ഒക്കെ ശതമാനം കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുക. ഇൻറ്റു 100 ലാഭശതമാനം എന്ന് പറയുന്നത്. ലാഭം 29 രൂപയാണ്. പിന്നെ വാങ്ങിയ വില 580 ഇൻറ്റു 100 നമ്മുടെ ഉത്തരം. ഇങ്ങനെയാണ് നമ്മൾ കൺവെൻഷണൽ ആയിട്ട് ചെയ്യുക. പക്ഷേ ഈ നമ്പറിന്റെ എളുപ്പം കൊണ്ടൊക്കെ നമുക്ക് വേറെ വഴികൾ ചെയ്യാൻ പറ്റും കേട്ടോ. ആ വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്പറൊക്കെ വേഗം നമുക്ക് നോക്കി ഒന്ന് പരിചയമാവണം. ചില നമ്പറുകൾ
ചില പെർസെൻറ്റേജുകൾ കണ്ടുപിടിക്കാനുള്ള വഴിയൊക്കെ വേഗം അറിയണം നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നോക്കുക, ഇവിടെ ഞാൻ ഈ 0 ഒരെണ്ണം ഇവിടുത്തെ 0 കട്ട് ചെയ്തു. ഇനി 29ഉം 58ഉം 29ന്റെ ഇരട്ടിയാണ് 58. 29 × 2 ആണ് 58. അപ്പം ഞാനിത് കട്ട് ചെയ്തു. ഇത് കട്ട് ചെയ്തപ്പോൾ എനിക്കിവിടെ 2 എന്ന് കിട്ടി. ഇനി 10ഉം 2ഉം കൂടെ കട്ട് ചെയ്ത് ഇവിടെ ഉത്തരം 5 എന്ന് എഴുതാം. 5% നമ്മുടെ ഉത്തരം. ലാഭം നമുക്ക് കിട്ടിയത് 5%. അപ്പൊ ഇവിടെ ആ ഡിവിഷൻ കൃത്യമായിട്ട് നമുക്ക് തലയിൽ ഇങ്ങനെ വരണം. ചിലപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും. 29ന്റെ ഇരട്ടിയാണോ 58 എന്നുള്ളത് പെട്ടെന്നൊന്നും നമുക്ക് തലയിൽ വരില്ല അല്ലേ. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷെ ഇങ്ങനെയാണ് ഇത് കൺവെൻഷനലായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഓക്കെ, ഇനി ഉത്തരം 5% ഇതിൽ 5% എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ 7 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്. ഇവിടെ നോക്കൂ, 580 എന്ന് പറയുന്ന വാങ്ങിയ വിലയുടെ 10% എത്രയാണ് നോക്കൂ. എങ്ങനെയാ 10% കണ്ടുപിടിക്കാം? 10% കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടാൽ മതി. 10% കണ്ടുപിടിക്കാൻ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. അപ്പോൾ 580ന്റെ 10% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 58 ആയിരിക്കും. ഓക്കെ, 58ന്റെ പകുതിയാണ് 29 എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ 10ന്റെ പകുതിയായിട്ടുള്ള 5 ഈ ശതമാനം എന്നുള്ളതും പെട്ടെന്ന് പറയാം. 58 എന്ന് പറയുന്നത് 580ന്റെ 10%. 10% എല്ലാ സംഖ്യയുടെയും നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു സ്ഥാനം അങ്ങോട്ട് മാറ്റിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ 600 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി 60 രൂപ. 1000 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി 100 രൂപ അല്ലേ. 100 രൂപയുടെ 10% എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം മാറ്റി 10 രൂപ. അങ്ങനെ നമുക്ക് വേഗം എഴുതാം. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ 10% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? ഒരു സ്ഥാനം മാറ്റി നമ്മൾ പോയിന്റ് ഇടും. അതായത് 58 എന്ന് എഴുതും. 58 10%. ഇനി നമുക്കിവിടെ ലാഭം 29 തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ 29ഉം 58ഉം തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുമെങ്കിൽ 29 ആക്കാൻ നിങ്ങൾ 58നെ 2 കൊണ്ട് ഹരിച്ചാൽ 29 ആവും. 58ന്റെ പകുതിയാണ് 29. അപ്പൊ 10ന്റെ പകുതി ആയിരിക്കും ഇവിടുത്തെ പെർസെൻറ്റേജ്. 10ന്റെ പകുതി 5. ഇങ്ങനെയും നിങ്ങൾക്കിത് ചെയ്യാം. ഇങ്ങനെ പല മെത്തേഡുകളുണ്ട് ഒരു ചോദ്യം ചെയ്യാനായിട്ട്. പെർസെൻറ്റേജിന്റെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ലാഭവും നഷ്ടത്തിൽ ഒരുപാട് പെർസെൻറ്റേജിന്റെ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മെത്തേഡുകൾ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, 4ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 5. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? എന്താണ് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ചെയ്യാനായിട്ട്? 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. ആ 3 സംഖ്യകൾ കൊണ്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് പുറമെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ കാണും എപ്പോഴും. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ആ ടേമുകൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടി വരും. ഇവിടെ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഈ സംഖ്യകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളിൽ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ 3 സംഖ്യകളുടെയും 4ന്റെയും 5ന്റെയും 6ന്റെയും LCM ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലസാഗു അല്ലെ, ലഘുതമ സാധാരണ ഗുണിതം. ലസാഗു ആണ് നമ്മൾ ഈ 3 സംഖ്യകളുടെയും ലസാഗു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതെങ്ങനെയാ മനസ്സിലായത്? ഈ ഒരു ഫ്രേസ് നിങ്ങൾ നോക്കുക. അതിനകത്ത് ഈ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. ഇതൊക്കെ ഉപയോഗിച്ച് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളിൽ ഏറ്റവും ചെറുത്. അപ്പൊ ഇതിൻ്റെയൊക്കെ ഗുണിതങ്ങൾ നോക്കാം. ഇതിൻ്റെയൊക്കെ ഗുണിതങ്ങൾ നോക്കിയിട്ട് ആ കോമൺ ഗുണിതം എവിടെ മുതൽ തുടങ്ങുന്നു എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ 4ന്റെയും 5ന്റെയും LCM കണ്ടുപിടിക്കാനായിട്ട്
എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഗുണിതങ്ങൾ എഴുതി നോക്കുകയാണ് ചെയ്യുക അല്ലേ. 4ന്റെ ഗുണിതം 4, 8, 12, 16, 20, 24 അല്ലേ, അങ്ങനെ പോകും. ശരിയല്ലേ? ഇതാണ് 4ന്റെ ഗുണിതങ്ങൾ. ഇനി 5ന്റെ ഗുണിതം നോക്കൂ. 5, 10, 15, 20, 25, 30 അങ്ങനെ പോകുന്നതാണ് 5ന്റെ ഗുണിതങ്ങൾ. ഇനി ഇതിന്റെ LCM കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യുക? ഇതിൽ കോമൺ ആയിട്ട് വരുന്ന സംഖ്യ ഏതാ നോക്കുക. 4 ഇവിടെ കോമൺ ഇല്ല, ഇതിൽ കോമൺ ഇല്ല, ഇതിൽ കോമൺ ഇല്ല, ഇവിടെ 16 ഇവിടെ ഇല്ല, പക്ഷെ 20 ഇവിടെ കോമൺ ആണ് അല്ലെ. രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ട്? 20 ഉണ്ട്. അപ്പൊ ഈ രണ്ട് സംഖ്യകളുടെയും LCM ലസാഗു എന്താണ്? 20 ആണ്. ഇതാണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള മെത്തേഡ് അല്ലെ. സ്കൂളിലൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ എങ്ങോട്ടാണ് LCM ഒക്കെ പഠിക്കുന്നത്. അവിടെയൊക്കെ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതൊന്നും നമുക്ക് ഇവിടെ വേണ്ട, നമുക്ക് വേറെ വഴികളുണ്ട്. ഓക്കെ, രണ്ട് സംഖ്യകളുടെ എങ്ങനെ 3 സംഖ്യകളുടെ കൂടെ ഗുണിതങ്ങൾ എഴുതണം നിങ്ങൾ. എന്നിട്ട് അതിൻ്റെയും കൂടെ കോമൺ ഗുണിതം ഏതാണെന്ന് നോക്കിയിട്ട് 3ൻ്റെയും കൂടെ കോമൺ ഗുണിതം ഏതാണെന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ 6 എഴുതിയാൽ 6ന്റെ കോമൺ ഗുണിതമായിട്ട് ആര് വരില്ല? 20 വരില്ല കേട്ടോ. ഓക്കെ, അത് ഒരുപാട് എഴുതേണ്ടി വരും. അങ്ങനെ മുഴുവനായിട്ട് ഞാൻ എഴുതുന്നില്ല. സാധാരണ സ്കൂളിൽ നിങ്ങൾ എങ്ങനെയാണ് LCM കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുള്ളത്? ഇപ്പൊ 4ഉം 5ഉം 6ഉം എഴുതും, എന്നിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കും അല്ലെ. ഡിവിഷൻ ചെയ്യും. എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യാം? ഇതിൽ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ നോക്കാം. 3നും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ 2 കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ നോക്കുക. ഉണ്ട് അല്ലെ, 2 ഉണ്ട്. ഇതില് 4നെയും 6നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അത് ഇവിടെ എഴുതും, എന്നിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതാം. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ അങ്ങനെ തന്നെ ഇറക്കിയിട്ടു. പിന്നെ 6നെ ഡിവൈഡ് ചെയ്തപ്പോ 3. ഇനി ഇതിൽ കോമൺ ഫാക്ടർ ഉണ്ടോ നോക്കാം. ഇതിൽ വേറെ കോമൺ ഫാക്ടർ ഒന്നുമില്ല അല്ലെ. വേണമെങ്കിൽ ഓരോ സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. 1 വരുന്നവരെ നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. എന്തായിരിക്കും ആൻസർ കിട്ടുക? ഈ സംഖ്യകളൊക്കെ ഗുണിച്ചാൽ നമുക്ക് LCM കിട്ടും. 2 × 2 × 5 × 3, 4 × 5 × 3, 20 × 3 60 ആണ് ഇവിടുത്തെ LCM വരിക. ലസാഗു 60 ആണ് നമുക്ക് കിട്ടുക. ശരിയല്ലേ? ഓക്കെ ആണോ? ഓക്കെ, ഇതാണ് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ്. ഇനി നമ്മൾ PSCക്കൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചെയ്യാൻ ഇത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറച്ചും കൂടെ എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടോ, കുറച്ചും കൂടെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? 4, 5, 6 ആണ് സംഖ്യകൾ. അതിൽ ഏറ്റവും വലിയ സംഖ്യ നോക്കുക. വലിയ സംഖ്യ 6 ആണ്. ആ വലിയ സംഖ്യയെ മറ്റ് 2 ചെറിയ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. പറ്റുമെങ്കിൽ അതാണ് നമ്മുടെ LCM. അപ്പൊ 4 കൊണ്ടും 6നെ ഹരിക്കാൻ പറ്റില്ല, 5 കൊണ്ടും 6നെ ഹരിക്കാൻ പറ്റില്ല. അപ്പൊ 6 അല്ല LCM എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്? 6ന്റെ ഇരട്ടി എടുക്കുക. 6ന്റെ ഇരട്ടി 12. 12നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് എടുക്കുക കേട്ടോ, ഇരട്ടി. 12നെ 4 കൊണ്ട് ഹരിക്കാം, പക്ഷെ 5 കൊണ്ട് പറ്റില്ല. അപ്പൊ 3 ഇരട്ടി എടുക്കുക. 6ന്റെ 3 ഇരട്ടി 18. 18നെയും 4 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും അല്ലെ? പറ്റുമോ? ഇല്ല, 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 5 കൊണ്ടും പറ്റില്ല. അപ്പൊ അതിനെ ഒഴിവാക്കുക. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുത്തു. ഇനി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. 6 4 24. 24നെ 4 കൊണ്ട് ഹരിക്കാം, പക്ഷെ 5 കൊണ്ട് പറ്റില്ല അല്ലെ. അടുത്തത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 5 30. 30നെ 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അങ്ങനെ കോമൺ ഫാക്ടർ നോക്കുക. ഈ 6ന്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് എടുത്ത് ഇങ്ങനെ നോക്കുക, ഇരട്ടി 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 എടുത്ത് ഇങ്ങനെ നോക്കുക. ആ സംഖ്യയെ 2 സംഖ്യ കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റണം. അപ്പോൾ ഇവിടെ 6 × 10 60 കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? 60നെ 4 കൊണ്ടും ഹരിക്കാം, 5 കൊണ്ടും ഹരിക്കാം. അങ്ങനെയാണ് 60 LCM എടുക്കുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. പക്ഷെ അതിനേക്കാളും എളുപ്പം നമുക്ക് ഈ ഒരു ലോങ് ഡിവിഷൻ ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. ശരിയല്ലേ? ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇരട്ടി എടുത്ത് നോക്കി എടുക്കുന്നതാണ് ശരിക്കും ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. PSC ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഷോർട്ട് കട്ട് പഠിച്ചപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതായിരിക്കും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാളും എളുപ്പം നമുക്ക് സ്കൂളിൽ പഠിച്ച മെത്തേഡാണ്. അതൊക്കെ ഡിപ്പെൻസ്. നിങ്ങൾ ആ ഷോർട്ട് കട്ടിൻ്റെ പുറകെ പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്ന ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. നമ്മളെപ്പോഴും നമ്മൾ എന്ത് തന്നെ പഠിച്ചു വെച്ചാലും
നമ്മൾ പണ്ട് മുതൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. അതാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക, അല്ലേ? അതെല്ലാവരുടെയും കഥ അങ്ങനെ തന്നെ. ഷോർട്ട് കട്ടിലൊക്കെ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആവറേജിൻ്റെ ചോദ്യങ്ങളൊക്കെ, അതിലൊക്കെ ആദ്യം ആവറേജ് കണ്ടുപിടിക്കുന്ന ആ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഗുണിച്ചാണ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം, അല്ലേ? അപ്പം അതുപോലെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ എത്ര ഷോർട്ട് കട്ട്സ് പഠിച്ചാലും ചിലപ്പോൾ നമുക്കത് ഓർമ്മയില്ലെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച സ്കൂളിൽ പഠിച്ച മെത്തേഡായിരിക്കും നമുക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ട് തോന്നുക. അടുത്തൊരു ചോദ്യം നോക്കി നോക്കൂ. 6ാമത്തെ ചോദ്യം. 1/2, 1/3 മൈനസ് 1/4. 1/2 പ്ലസ് 1/3 മൈനസ് 1/4. ഇത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത്, അല്ലേ? ഇത് നമുക്ക് ഒരേ LCM ആക്കി എടുത്ത് ഒന്നിച്ച് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടെണ്ണം കൂട്ടിയിട്ട് ആ കിട്ടുന്ന സംഖ്യയുടെ പിന്നെ അടുത്ത 1/4 മൈനസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു മെത്തേഡ് പറയാൻ നോക്കൂ. ഇത് അരയാണല്ലേ, ഇത് കാലാണ്, ശരിയല്ലേ? അരയും കാലും, അരഭാഗം മൈനസ് കാൽ ഭാഗം എത്ര കിട്ടുക? അരയിൽ നിന്നും കാല് കുറച്ചാൽ നമുക്ക് കാലല്ലേ കിട്ടുക, അല്ലേ? ഇത് നിങ്ങൾ 1/2 മൈനസ് 1/4 എന്ന് വായിക്കണ്ട. അരയിൽ നിന്നും കാല് കുറയ്ക്കുന്നു. അരയിൽ 2 കാല് കൂടിയാലാണ് ഒരു അര വരിക, അല്ലേ? 4 കാല് കൂടിയാലാണ് 1 വരിക, ശരിയല്ലേ? 3 കാല് കൂടിയാലാണ് 3/4 വരിക. അപ്പോൾ അതേപോലെ അരയിൽ നിന്നും ഒരു കാല് കുറച്ചാൽ പിന്നെയും നമുക്കൊരു കാലാണ് കിട്ടുക. അപ്പോൾ 1/2 നിന്നും 1/4 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ 1/4 കിട്ടും. അതിൻ്റെ കൂടെ 1/3 അങ്ങോട്ട് കൂട്ടിയാൽ പോരെ? 1/3 അങ്ങോട്ട് ഡയറക്റ്റ് കൂട്ടിയാൽ മതി. അത് കൂട്ടാൻ എന്ത് ചെയ്യണം? ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇത് ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. 3 പ്ലസ് 4/3 × 4 എത്ര കിട്ടും? 7/12. ഉത്തരം ഓപ്ഷൻ ബി, 7/12. പിടികിട്ടിയോ? എളുപ്പമുള്ള ചോദ്യം, അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ഇത്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? അടുത്ത ചോദ്യം നോക്കൂ. 7ാമത്തെ ചോദ്യം. √16 പ്ലസ് 4 സ്ക്വയർ സമം k ആണെങ്കിൽ kയുടെ വില എന്താണ്? √16 പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുന്നത് k ആണെങ്കിൽ kയുടെ വില എന്ത്? എന്തായിരിക്കും kയുടെ വില? അതിന് നിങ്ങൾ ആ സംഖ്യകൾ കണ്ടുപിടിക്കണം. k സമം √16 പ്ലസ് 4 സ്ക്വയർ, അല്ലേ? 4ന്റെ സ്ക്വയർ 16 ആണ്. 16ന്റെ റൂട്ട് 4 കൂട്ടിയാൽ നമുക്ക് കിട്ടുക 20. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ? സ്ക്വയർ റൂട്ടിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. 16ന്റെ റൂട്ട് വർഗമൂലം 4. 4ന്റെ വർഗം 16 വർഗവും വർഗമൂലവും അറിയാലോ, അല്ലേ? എന്താ വർഗം എന്ന് പറഞ്ഞാൽ? ഇപ്പൊ 2ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എന്താ? 2 × 2, അല്ലേ? 2 സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ 2ന്റെ വർഗം എന്ന് പറയുന്നത്. ഇനി ഇതിനെ തിരിച്ച് റൂട്ട് എടുക്കുമ്പോൾ വർഗമൂലം എടുക്കുക. 2 സ്ക്വയറിന്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ 2 നമുക്ക് പറയാം, അല്ലെങ്കിൽ 4ന്റെ വർഗമൂലം എന്ന് പറഞ്ഞാൽ 2 നമുക്ക് പറയാം. ഈ വർഗമൂലം ശരിക്ക് റൂട്ട് എന്ന് കണ്ടാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കണ്ടേ? അത് റേസ് ടു 1/2 ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇതൊക്കെ നമുക്ക് റൂട്ടിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റൂട്ട് എന്ന് പറഞ്ഞാൽ അത് പവറായിട്ട് 1/2 എഴുതുന്നതിന് തുല്യമാണ്. ഓക്കെ, ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം എല്ലാ ചോദ്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ചോദ്യം നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ പറയാം. ഒരു മിനിറ്റ്. ഇതാ നോക്കൂ, ഇതാണ് LGSന്റെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള, എന്നാൽ +1 ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇത് കേട്ടോ. നോക്കൂ, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ
40 കുട്ടികൾ ഗണിതത്തിന് ജയിച്ചു, 25 കുട്ടികൾ ഇംഗ്ലീഷിന് ജയിച്ചു, 18 കുട്ടികൾ ഇംഗ്ലീഷിനും ഗണിതത്തിനും ജയിച്ചു എങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ്? ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണെന്നാണ് ചോദ്യം. എത്രയായിരിക്കും? എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക? നോക്കൂ, ആകെ ക്ലാസ്സിൽ 50 കുട്ടികളാണുള്ളത് അല്ലേ? അതിൽ 40 കുട്ടികൾ ഗണിതത്തിന് ജയിച്ചു, കണക്കിന് ജയിച്ചിട്ടുള്ള 40 കുട്ടികളുണ്ട്. ഓക്കെ, ഇനി 25 കുട്ടികൾ ഇംഗ്ലീഷിൽ ജയിച്ചു. ഓക്കെ, ഈ ഇംഗ്ലീഷിൽ ജയിച്ചതും കണക്കിൽ ജയിച്ചതുമായിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ടാവുമല്ലോ കോമൺ ആയിട്ട്, അതാണ് 18 പേര്. 18 പേര് ഇംഗ്ലീഷിലും ജയിച്ചിട്ടുണ്ട്, ഗണിതത്തിലും ജയിച്ചിട്ടുണ്ട്. 18 പേര് രണ്ടിലും 18 പേര് വിജയിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ ആകെ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് നോക്കി നോക്കൂ. ആകെ 50 കുട്ടികളായാലും കൂടുതലുണ്ടാവും. നോക്കൂ, 40 ഗണിതം, ഇംഗ്ലീഷ് 25, രണ്ടും കൂടെ കൂട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 65 കുട്ടികൾ എന്ന് കിട്ടും. പക്ഷെ 65 കുട്ടികളില്ല അല്ലേ, 50 കുട്ടികളെ ആകെ ഉള്ളൂ. പിന്നെ എങ്ങനെ ഈ കണക്ക് ശരിയാവുക? ഇതുകൊണ്ടാണത് ഇങ്ങനെ വരുന്നത്. 18 കുട്ടികൾ രണ്ടിലും പാസ്സായ ആളുകളുണ്ട്. ഗണിതത്തിൽ ജയിച്ചതും ഇംഗ്ലീഷിൽ ജയിച്ചതുമായിട്ടുള്ള 18 കുട്ടികളാണ്. അപ്പോൾ ഈ 40-ലെ 18ഉം 25-ലും 18 ഉണ്ടാവും. അപ്പോൾ 2 പ്രാവശ്യം ഈ 18 നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് രണ്ടിനെയും കൂടെ കൂട്ടുക. 40-നെയും 25-നെയും കൂട്ടിയിട്ട് 65 എന്ന് എഴുതുക. അതിൽ നിന്ന് ഈ 18 മൈനസ് ചെയ്യാം. 18 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 65-ൽ നിന്നും 18 മൈനസ് ചെയ്താൽ 47 എന്ന് കിട്ടും. ഓക്കെ, ആ 47 കുട്ടികളാണ് ഇവിടെ ഓരോ വിഷയത്തിലെങ്കിലും പാസ്സായത്. അതായത് ഇംഗ്ലീഷിലും ഗണിതത്തിലും അല്ലെങ്കിൽ രണ്ടിലും പാസ്സായിട്ടുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ 47 ആണ്. ടോട്ടൽ കുട്ടികൾ 50 ആയിരുന്നു. അതിൽ നിന്ന് ഈ 47 മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 3 കുട്ടികൾ എന്ന് കിട്ടും. ആ 3 കുട്ടികളാണ് ഇവിടെ 2 വിഷയത്തിനും തോറ്റത്. 3 കുട്ടികളാണ് ഇവിടെ 2 വിഷയത്തിനും തോറ്റത്. 50 കുട്ടികളിൽ 47 കുട്ടികൾ ഓരോ വിഷയത്തിനെങ്കിലും പാസ്സായിട്ടുണ്ട് അല്ലെ? ഇംഗ്ലീഷിലോ കണക്കിലോ അല്ലെങ്കിൽ രണ്ടിലോ പാസ്സായത് 47 പിള്ളേരാണ്. അതിൽ 3 പിള്ളേര് 50-ൽ 3 പേര് തോറ്റിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ കണ്ടുപിടിക്കുക. ഇത് കുറച്ച് പ്രയാസമാണ് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത്. ഇതുപോലത്തെ ചോദ്യവും നമ്മുടെ 10th പ്രിലിംസിന്റെ സിലബസ്, ഇത് ഏത് സിലബസിൽ ഏത് ഇതിനകത്ത് ഉൾപ്പെടുത്തും? നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് എവിടെയും നമുക്കിത് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങളും ഇതിനകത്ത് ചോദിക്കുന്നത് ആലോചിച്ച് ലോജിക്കലി ചെയ്യേണ്ടതാണ്. പക്ഷെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ എങ്ങനെയാണത് ചെയ്യാന്നുള്ള ഒരു പ്രയാസം ഉണ്ടാവും. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈസിയാണ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ പതുക്കെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിച്ച് പോകാം. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് വൈസ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്സിന്റെ ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു പോവാം എല്ലാവരും. ഓക്കെ, പിന്നെ വരാൻ പോകുന്ന പരീക്ഷകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാത്സ് പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.